ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ശ്രോതാക്കളെ നിങ്ങളേവരെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. വിശ്വാസികളുമായുള്ള ക്രിസ്തുവിൻ്റെ ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ 30ാമത്തെ റിലേഷനുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ക്രൈസ്റ്റ് ആസ് അവർ സാൽവേഷൻ, ക്രിസ്തു നമ്മുടെ രക്ഷ. വളരെ അല്പമായിട്ട് ഒരു സംശയം ഉളവാക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ പലർക്കും ചോദ്യം അല്ലെങ്കിൽ സംശയങ്ങൾ ഉദിക്കാം. എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പിച്ചി ചീന്തി പറയുന്നത്? യേശു ക്രിസ്തു നമ്മുടെ രക്ഷകനാണ്, രക്ഷയാണെന്നൊക്കെയും ഏവർക്കും അറിയുന്നത് തന്നെയാണല്ലോ എന്നൊക്കെ നമുക്ക് ചിന്തിച്ചു പോകും. എന്നാൽ നമുക്ക് ചില തിരുവെഴുത്തുകളിൽ കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കാം. പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 15 പ്രാവശ്യങ്ങളാണ് രക്ഷകൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സേവിയർ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ വളരെയധികം സ്ഥലങ്ങളിൽ സാൽവേഷൻ, രക്ഷ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെയുള്ള അതിൻ്റെ ലിറ്ററൽ ഭാഗത്തേക്കല്ല കടക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊരു മർമ്മമുണ്ട്. അനേകർക്ക് ഈ ഒരു കാര്യം ശരിയായിട്ട് അറിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് നമ്മുടെ രക്ഷ നടക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല. ആ ധാരണയില്ലാത്തത് കൊണ്ട് തന്നെ യഥാർത്ഥ ട്രാക്കിലല്ല അവർക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എല്ലാം വിട്ടിറങ്ങി തിരിച്ചു, അല്ലെങ്കിൽ കർത്താവിനെ വളരെ ഹൃദയപൂർവ്വം തന്നെ സ്വീകരിച്ചു. പക്ഷേ നാം നടക്കേണ്ട പാത ശരിയാകാത്തിടത്തോളം നമ്മെ രക്ഷിപ്പാൻ ദൈവത്തിന് സാധ്യമല്ല. അതുകൊണ്ട് വളരെ ലളിതമാണ്, സംശയിക്കേണ്ട വിഷയമില്ല. വളരെ ലളിതമായിട്ട് മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യുവാൻ പ്രയാസമുള്ളൊരു വിഷയമല്ല, ഒരു റിലേഷനല്ല ഇത് എന്ന് നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. ഇംഗ്ലീഷിലാണെങ്കിൽ ഹി ഹാസ് ബിക്കം മൈ സാൽവേഷൻ. അതുപോലെ തന്നെ സങ്കീർത്തനം 27-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒട്ടുമിക്കവാറും എല്ലാവർക്കും സൺഡേ സ്കൂൾ തുടങ്ങി ബൈഹാർട്ട് അറിയുന്ന ഒരു കാര്യമാണ്. യഹോവ എൻ്റെ വെളിച്ചം എൻ്റെ രക്ഷയുമാകുന്നു. എൻ്റെ രക്ഷകൻ എന്ന വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, എൻ്റെ രക്ഷയുമാകുന്നു. അതുപോലെ തന്നെ സങ്കീർത്തനം 38-ന്റെ 22-ാം വാക്യം വായിക്കുകയാണെങ്കിൽ എൻ്റെ രക്ഷയാകുന്ന കർത്താവെ, എൻ്റെ സഹായത്തിന് വേഗം വരണമേ. ഇംഗ്ലീഷിലാണെങ്കിൽ മേ ഹാസ് ടു ഹെൽപ്പ് മീ ഓ ലോർഡ് മൈ സാൽവേഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. തുടർന്ന് നമ്മൾ 62-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിൽ വായിക്കുകയാണെങ്കിൽ എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കലാകുന്നു, എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിലാകുന്നു. ഇവിടെ ഇംഗ്ലീഷ് വായിക്കുകയാണെങ്കിൽ ഇൻ ഗാഡ് ഈസ് മൈ സാൽവേഷൻ. 118-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാം വാക്യം വായിക്കുകയാണെങ്കിൽ യഹോവ എൻ്റെ ബലവും എൻ്റെ കീർത്തനമാകുന്നു, അവൻ എനിക്ക് രക്ഷയായും തീർന്നു. ഹി ഹാസ് ബിക്കം മൈ സാൽവേഷൻ. ഐസയ്യ 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിക്കുകയാണെങ്കിൽ ഇതാ ദൈവം എൻ്റെ രക്ഷ, യഹോവയാകെ എൻ്റെ ബലവും എൻ്റെ ഗീതവും ആയിരിക്കൊണ്ടും അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുപോലെ തന്നെ ഐസയ്യ 49-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൻ്റെ എൻ്റെ സെക്കൻഡ് പാർട്ട് വായിക്കുകയാണെങ്കിൽ എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന്, ഇവിടെ ശ്രദ്ധിക്കണം, എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടത് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വച്ചിരിക്കുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. ലൂക്കോസ് ചെയ്ത സുവിശേഷത്തിൽ വായിക്കുകയാണെങ്കിൽ ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിൻ്റെ രക്ഷയെ. അപ്പോൾ ഈ രക്ഷ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രവൃത്തിയാണോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയാണോ സൂചിപ്പിക്കുന്നത്? ഇത് വളരെ വ്യക്തമായിട്ട് ലൂക്കോസ് ചെയ്ത സുവിശേഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശിമയോൻ തൻ്റെ കയ്യിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അനുഗ്രഹിക്കുന്ന സമയത്ത് പറയുന്നൊരു കാര്യമാണ്, സ്തോത്രം, നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിൻ്റെ രക്ഷയെ. അപ്പോൾ ഒരു രക്ഷ എന്ന പ്രവൃത്തിയല്ല കാണിക്കുന്നത്, രക്ഷയാവുന്ന ക്രിസ്തു എന്ന വ്യക്തിത്വത്തെ തന്നെ എടുത്ത് കാണിക്കുകയാണ്. ഞാൻ മിക്കവാറും എല്ലാ എപ്പിസോഡുകളിലും ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട്. ഒട്ടുമിക്കവാറും വിശ്വാസികൾ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ഹിസ്റ്റോറിക്കൽ നോളേജിൽ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും യെസ്, ബൈബിളിൽ നിന്ന് തന്നെയാണ് അവർക്ക് നോളജ് കിട്ടിയത്. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ദൈവദാസന്മാരിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. അത് കറക്റ്റാണ്. അത് യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുന്നതിന് ആവശ്യമായ ഒരു കണ്ടീഷൻ മാത്രമേ ആകുന്നുള്ളൂ. ആ നോളേജിൽ കൂടെ
ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വാഴുവാനും എന്നേക്കും രാജാവായിട്ട് നമ്മിൽ കൂടെയും വാഴുവാൻ തക്കവണ്ണം സ്വീകരിക്കുന്നത്, ആസ് മെനി ആസ് റിസീവ്ഡ് ഹിം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാണുള്ള അധികാരം കൊടുത്തു. ഈ ഒരു കാര്യം അനേക ദൈവമക്കളിൽ, അല്ലെങ്കിൽ ദൈവമക്കളെന്ന് പറയാൻ സാധിക്കുകയില്ല, അവർ കൈക്കൊണ്ട് കഴിഞ്ഞാൽ മാത്രമേ ദൈവമക്കളെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ, അല്ലാത്തടത്തോളം പുറത്ത് തന്നെയാണ്. അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ നോളേജ് സഫിഷ്യൻ്റ് അല്ല. ഹിസ്റ്റോറിക്കൽ നോളേജിൽ കൂടെ ക്രിസ്തു നമുക്ക് ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് അവന് നമ്മുടെ ഹൃദയത്തിൽ വാഴേണ്ട ആ നെസസിറ്റി ശരിക്കും മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ നാം സ്വീകരിക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ അവൻ നമ്മുടെ രക്ഷ എന്ന് പറയണമെങ്കിൽ അതിനകത്ത് ചില കാര്യങ്ങൾ ഞാൻ എഴുതിയിരിക്കുന്നത് ഒരു 7 പോയിൻ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ദ ഫസ്റ്റ് കണ്ടീഷൻ, അവൻ നമുക്ക് വേണ്ടി അറ്റോൺമെൻ്റ് ആയിത്തീരണം. ദൈവം സ്നേഹം തന്നെയാണ്, പൂർണ്ണമായിട്ട് സ്നേഹം തന്നെയാണ്. താൻ ആരെ സ്നേഹിക്കുന്നോ അവരുടെ ബെനിഫിറ്റ് എന്തോ അത് ചെയ്തു കൊടുക്കുന്നവനാണ് അഗാപ്പെ ലവ്, അല്ലെങ്കിൽ നിർവ്യാജമായ നിസ്വാർത്ഥമായ സ്നേഹമെന്ന് പറയുന്നത്. ദൈവ സ്നേഹം തന്നെയാണ്. പക്ഷേ ദൈവനീതിയെ മറികടന്നുകൊണ്ട് ദൈവത്തിന് മനുഷ്യരോട് മറ്റ് സൃഷ്ടികളോട് കൃപ കാണിപ്പാൻ, കരുണ കാണിപ്പാൻ, സ്നേഹം വെളിപ്പെടുത്തുവാൻ സാധ്യമല്ല. ഇത് വളരെ മനസ്സിലാക്കണം. ഇന്ന് അനേക സ്ഥലങ്ങളിൽ ഇക്കാര്യം പഠിപ്പിക്കാത്തത് കൊണ്ട് എന്താണ് ദൈവനീതി എന്ന് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ദ ഫസ്റ്റ് കണ്ടീഷനാണ് ദൈവരാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ വരുത്തുന്ന വിധത്തിലുള്ള ഒരു പകരക്കാരനായിട്ടുള്ള അറ്റോൺമെൻറ്റ്, പ്രായശ്ചിത്തം നടന്നിരിക്കണം. അത് ക്രിസ്തു നടത്തേണ്ടതാണ്. സ്തോത്രം. അടുത്ത കണ്ടീഷനാണ് ആത്മാക്കളെ അവരുടെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തിക്കൊണ്ട് അവരുടെ രക്ഷയുടെ മാർഗത്തിലേക്ക് കൺവെർട്ട് ചെയ്യുക. അത് പരിശുദ്ധാത്മാവിനെ നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 8 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. മറ്റൊന്നാണ് സാങ്ക്ടിഫൈ അവർ സോൾസ്, നമ്മുടെ പ്രാണനെയും നമ്മുടെ ആത്മാവിനെയും ദൈവത്തിനായിട്ട് വേർതിരിക്കുക. മറ്റൊന്നാണ് ജസ്റ്റിഫൈയിങ് ഓർ പാർഡനിങ് ആൻഡ് അക്സെപ്റ്റിംഗ് ഓർ റിസീവിങ് ആസ് ടു ഫേവർ. അത് നാം എപ്പോൾ ക്രിസ്തുവിൻ നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുന്നുവോ അപ്പോൾ തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഏതെങ്കിലും മൂമെൻറ്റിൽ നാം ക്രിസ്തുവിൽ നിന്ന് മാറുകയാണെങ്കിൽ, ഏതെങ്കിലും മുമ്പിൽ ഉടനെ അത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം വളരെ സീരിയസ് ആയ വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ പ്രവൃത്തികളെല്ലാം തന്നെ ഈ താഴെതിരിക്കുന്നത് ഗിവിങ് അസ് എറ്റേണൽ ലൈഫ് ആൻഡ് ഹാപ്പിനെസ്, ദി ബെസ്റ്റ് ഓഫ് മെൻ ഓഫ് ഹിംസെൽഫ് അപ്പോൺ അസ് ആസ് ദി പോർഷൻ ഓഫ് അവർ സോൾസ്, ദ എവർലാസ്റ്റിംഗ് യൂണിയൻ ഓഫ് അവർ സോൾസ് വിത്ത് ഗാഡ്. ഈ പ്രവൃത്തിയെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നടക്കേണ്ട വിഷയങ്ങളാണ്, പുറമേ നടക്കേണ്ട വിഷയങ്ങളല്ല. അറ്റോൺമെൻറ്റ് മാത്രം പുറമേ നടന്നു അതിൻ്റെതായ മൂല്യം നമ്മുടെ ഹൃദയത്തിൽ പകർന്ന് അവൻ നമുക്ക് വേണ്ടി ആരാണെന്ന് മനസ്സിലാക്കണം. മറ്റെല്ലാ കാര്യങ്ങളും തമ്മിൽ നമ്മുടെ കൺസെൻറ്റ്, നമ്മുടെ സമ്മതത്തോടു കൂടി നടക്കേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ ക്രിസ്തു നമ്മുടെ രക്ഷകൻ എന്ന് വാസ്തവം ശരി, ഞാൻ രക്ഷകൻ എന്ന വാക്ക് നിഷേധിക്കുകയല്ല. ക്രിസ്തു നമ്മുടെ രക്ഷകൻ തന്നെയാണ്. എന്നാൽ ക്രിസ്തു നമ്മളിൽ വസിച്ച് നമുക്ക് വേണ്ടി പാപപരിഹാരമായി തീർന്ന് ഉയർത്തെഴുന്നേറ്റ് മഹിമയുടെ വലത്തുഭാഗത്ത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി വാഴുന്ന അതേ ക്രിസ്തു യേശു തന്നെ നമ്മുടെ ഹൃദയത്തിലും വസിച്ച്, നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് നമ്മിൽ കൂടെയും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി വാഴണം. ഇത് നാം നമ്മുടെ സെൽഫിനെ റിനൗൺസ് ചെയ്ത് ഉപേക്ഷിച്ച് ഓരോ റിലേഷനിലും ക്രിസ്തുവുമായിട്ട് നമ്മുടെ ബന്ധത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് അത് ഓർഗനൈസ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ ആ പെർട്ടിക്കുലർ വിഷയത്തിലുള്ള സെൽഫ് എന്താണ് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അതിന് പൂർണ്ണമായിട്ടും നമ്മുടെ പാപസ്വഭാവങ്ങളായിരിക്കാം, നമ്മുടെ സെൽഫിൻ്റെ സ്വഭാവങ്ങളായിരിക്കാം, നമ്മുടെ ഈ ലോകത്തോടുള്ള അറ്റാച്ച്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ദുഷ്ടാത്മാസേനകളോട് മറ്റുള്ള അറ്റാച്ച്മെൻ്റ് ആയിരിക്കാം. ചിലപ്പോൾ അറിയാത്തവർ തന്നെ ഇന്ന് അനേകമുണ്ടല്ലോ വ്യാജ പ്രവചനങ്ങൾ, വ്യാജ അത്ഭുതങ്ങളും അടയാളങ്ങളിൽ കൂടെയൊക്കെ തന്നെ ഒരേരുണ്ട്, ഒത്തിരി പേരുണ്ട്. അത് വാസ്തവത്തിൽ അവർക്ക് അറിയാത്ത കൊണ്ട് പോകുന്നവരുണ്ട്, മൂവ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൺവിക്റ്റ് ചെയ്യുമ്പോൾ വാദിക്കാതെ തർക്കിക്കാതെ, എൻ്റെ ദൈവമേ നീ എനിക്കിത് വെളിപ്പെടുത്തി തന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യാജത്തെ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് അവിടെ ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യുക. ആമേൻ, സ്തോത്രം. ഇതിനേക്കാളും വലിയ ശ്രേഷ്ഠമായ ഒരു കാര്യമില്ല. ക്രിസ്തു തന്നെ നമ്മുടെ രക്ഷ. ഓഫ് കോഴ്സ് അവൻ നമ്മുടെ രക്ഷകനാണ്. അവൻ തന്നെ നമ്മളിൽ വസിച്ചുകൊണ്ട്
അവൻ തന്നെ നമ്മളിൽ വസിച്ചുകൊണ്ട് ഈ രക്ഷാകര പ്രവൃത്തിയെ നമ്മുടെ കൺസെൻറ്റോടുകൂടെ, നമ്മുടെ സമ്മതത്തോടുകൂടെ പൂർത്തിയാക്കണം. ഇതാണ് ക്രൈസ്റ്റ് ഈസ് അവർ സാൽവേഷൻ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ദ ഗ്രേറ്റ് സാൽവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 12 എപ്പിസോഡുകളുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ സാൽവേഷൻ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. പലരുടെയും സാധാരണ ഒരു പഴഞ്ചൊല്ല് പോലെ ആയിത്തീർന്നു, രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല് പോലെ തീർന്നു. അങ്ങനെ നടക്കുന്ന ഒരു സംഭവമല്ല നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്. രക്ഷ നാമും പരിശുദ്ധാത്മാവും ചേർന്നുകൊണ്ട് അക്കംപ്ലിഷ് ചെയ്ത് ക്രിസ്തുവിൽ നാം പൂർണ്ണരായിത്തീരണം. സ്വർഗത്തിൽ ഇരുട്ടിന് യാതൊരു സ്ഥാനമില്ല, ഡിസൊബീഡിയൻസിന് യാതൊരു സ്ഥാനമില്ലെന്ന് വളരെ ആഴത്തിൽ തന്നെ മനസ്സിലാക്കണം. നാം ക്രിസ്തുവിനാൽ പൂർണ്ണമായിട്ട് മറയപ്പെടുക. അതാണ് ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട്. നിയമപ്പെട്ടകത്തിൻ്റെ മേൽ മോശയുടെ സമാഗമന കൂടാരത്തിൽ നിയമപ്പെട്ടകത്തിൻ്റെ മേൽ കൃപാസനത്തെ അതേ അളവ് കൊണ്ട് തന്നെ മറച്ചിരിക്കുന്നത്. അത് 32-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് അതുകൊണ്ടാണ്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ആ നിയമപ്പെട്ടകത്തിൻ്റെ മേളിൽ നിന്ന് കൃപാസനം ഒരു കാലത്ത് എടുത്തു മാറ്റാൻ പാടില്ല. നിയമപ്പെട്ടകത്തിൻ്റെ അകത്ത് ദൈവം സ്വന്തം വിരൽ കൊണ്ട് എഴുതി കൊടുത്ത കൽപ്പലകൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്മേൽ തൊടുവാൻ പോലും പാടില്ല. അതായത് നിയമത്തിന് യാതൊരു വിധത്തിലുമുള്ള ഭേദഗതികൾ വരുത്തുവാൻ പാടില്ല. ഇന്നിതൊന്നും ശ്രദ്ധിക്കാതെയാണ് അനേകർ ഓരോരുത്തരും അവനവൻ്റെ ഡിനോമിനേഷനിൽ അവരവരുടെ ആൾക്കാരെ പിടിച്ചു നിർത്താൻ വേണ്ടി ഓരോ ഡിനോമിനേഷനും അല്ല ചിലവർ മെറ്റീരിയൽ ബെനിഫിറ്റിന് വേണ്ടി, ഫെയിമിന് വേണ്ടിയൊക്കെയും ദൈവത്തിൻ്റെ വചനം മാറ്റുന്നത്. ഉടനെ ദൈവത്തിൻ്റെ ക്രോധമേ വരികയുള്ളൂ. കൃപാസനം കൊണ്ട് മറയ്ക്കാൻ സാധ്യമല്ല. ക്രിസ്തുവിൻ്റെ നാമം എടുത്തുകൊണ്ടായില്ല, പ്രാർത്ഥിച്ചുകൊണ്ടായില്ല, ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടായില്ല. ദൈവത്തിൻ്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ ഏത് മൂമെൻറ്റിലും പാപം ചെയ്യുന്ന ദൈവം മരിക്കണമെന്നുള്ള ചിറ്റ നടപ്പാക്കിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. അതിനെ കവർ ചെയ്യണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ, ക്രിസ്തുവാകുന്ന കൃപാസനത്താൽ മറയപ്പെടുക. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. പാപം ക്ഷമിച്ച് കിട്ടിയതല്ല, പാപം മറച്ച് കിട്ടുകയാണ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും ക്രിസ്തുവിൽ നിന്ന് നാം അല്പമായിട്ടെങ്കിലും വ്യതിചലിച്ചാൽ ദൈവിക ഭരണകൂടം നമ്മുടെ പ്രാണന്മേലും മരണശിക്ഷ വിധിക്കും. ദൈവത്തിന് അവിടെ ഇളവ് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് എപ്പോഴും ക്രിസ്തുവിൽ വസിക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഏതൊരു ട്രയൽ വന്നാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരുമ്പോൾ ക്രിസ്തു നമുക്ക് മുന്നായി കടന്നു ചെന്ന നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ്. അവൻ നമ്മെപ്പോലെ നമുക്ക് തുല്യമേ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ്. അപ്പോൾ നമ്മുടെ ഏതൊരു ട്രയലിലും അവനെ നാം ആഗ്രഹിക്കുകയാണെങ്കിൽ, അവനെ നാം വിളിക്കുകയാണെങ്കിൽ, അവനെ നാം ആശ്രയിക്കുന്നുവെങ്കിൽ തൽക്ഷണത്തിൽ കടന്നു വന്ന് നമ്മെ സഹായിപ്പാൻ നമുക്ക് വേണ്ടി ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്, ക്യാപ്റ്റൻ ഓഫ് സാൽവേഷനാണ്. അതുകൊണ്ട് പ്രത്യാശയോടുകൂടെ അവന് ചാരിക്കൊണ്ട് അവൻ്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇന്ന് അനേകർ ഈ ഒരു കാര്യം അറിയാതെ, ഈ ഒരു കാര്യം ശരിയായിട്ട് എങ്ങനെയാണ് ക്രിസ്തു നമ്മുടെ സാൽവേഷൻ ആകുന്നത് എന്നൊരു കാര്യം അറിയാതെ അവർക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം ബൈബിളിൽ നിന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അവർക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം ബൈബിളിൽ നിന്ന് തന്നെയാണ്. എന്നാൽ ആ വിശ്വാസത്തിൽ ഹൃദയത്തിൽ ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കാതെ താൻ രക്ഷിക്കപ്പെടും, കർത്താവിൻ്റെ നാളിൽ എടുക്കപ്പെടുന്നുള്ള ഒരു മിഥ്യാധാരണയിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. അത് സാധ്യമല്ല. ആമേൻ. ദൈവത്തിന് തൻ്റെ നിയമത്തെ മാറ്റുവാൻ സാധ്യമല്ല. തൻ്റെ കരുണ കൊണ്ട് ആരെയും രക്ഷിക്കാൻ സാധ്യമല്ല. കരുണ കൊണ്ട് ക്രിസ്തുവിനെ തരാം. അവൻ പ്രാശ്ചിത്തമായിട്ട് തന്നു. ഇപ്പോഴും ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ തന്നോട് യാചിക്കുന്നവർക്ക് വേണ്ടി, തന്നെ അടുത്ത് വരുന്നവർക്ക് വേണ്ടി സ്തോത്രം. അവൻ നമ്മളെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുമ്പോൾ, ഡ്രോ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിച്ചെന്നത്. നമ്മുടെ സെൽഫിനെ റിനൗൺസ് ചെയ്തുകൊണ്ട്, ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ധരിക്കാൻ ശ്രമിക്കുക. ദൈവകർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും ഈ വചനങ്ങളെ സഹായിക്കുമാറാട്ടെ. പ്രത്യേകിച്ച് പുതിയ വിശ്വാസികളുടെ വിഷയത്തിൽ വരുമ്പോൾ അനേകർ ചിലപ്പോൾ കേൾക്കുന്നവർ ആദ്യമായിട്ട് ചിലപ്പോൾ അടുത്ത കാലത്ത് നിങ്ങൾ വിശ്വാസത്തിൽ വന്നവരായിരിക്കാം. ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ട് പോലും നടക്കുന്ന ഒരു വിഷയമല്ല അത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഓർഗനൈസ് ചെയ്യുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്രിസ്തുവിൽ ഓരോ റിലേഷനിലും അവൻ നമ്മളെ
പൂർണ്ണരായി തീരുവാൻ തക്കവണ്ണം നമുക്ക് അവസരങ്ങൾ ഒരുക്കിത്തരും. അവിടെയൊന്നും ഭാരപ്പെട്ട് ഭയന്നോ പിന്തിരിഞ്ഞു പോകാതെ, കർത്താവേ ഞാൻ ബലഹീനനാണ്, എനിക്ക് നിൻ്റെ കൃപ വേണം, എനിക്ക് ക്രിസ്തുവിനെ ധരിക്കപ്പെടണം, എനിക്ക് ക്രിസ്തുവിനെ നിറയപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നമ്മുടെ ബലഹീനതയ്ക്ക് മേൽ അവൻ്റെ കൃപ കൊണ്ട് കവിഞ്ഞ് നമ്മെ പൂർണ്ണരാക്കുവാൻ അവനും വിശ്വസ്തനും ശക്തനുമാണ്. ദൈവമേ കർത്താവ് വചനങ്ങളെ നിങ്ങളേവരെയും സഹായിക്കട്ടെ. അമ്മ ക്രിസ്തു തികഞ്ഞവരായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ എപ്പിസോഡ് നമുക്ക് വിരമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ സ്വർഗീയ പിതാവേ, നീ തന്നെ ഞങ്ങളുടെ രക്ഷയെന്ന്, നീ ഞങ്ങളിൽ വസിച്ചുകൊണ്ട് രക്ഷയെ കർത്താവെ പൂർത്തീകരിക്കുന്ന ഞങ്ങളുടെ സ്നേഹിതനായി വാഴുവാൻ തക്കവേണം ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും നിൻ്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിക്കുകയാണ്. നിനക്ക് കൃപ തോന്നുമാറാണ് കർത്താവെ, കൃപ തോന്നുമാറാം. ഇത്രമാത്രം ടെംപ്റ്റേഷൻസും ഇത്രമാത്രം ദുഷ്ടത നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ നിൻ്റെ ശക്തിക്കും നിൻ്റെ കൃപയ്ക്കും സാധ്യമാണ്. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും നിൻ്റെ നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.